Okay, dears. Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോഗ്രസ് റിപ്പോർട്ട്സ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ വി മേ ഡിസ്കസ് അബൌട്ട് വാട്ട് ഈസ് പ്രോഗ്രസ് റിപ്പോർട്ട്. എന്താണ് പ്രോഗ്രസ് റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിലൊരു സൂപ്പർവൈസർ ഉണ്ടാവും, ചിലപ്പോൾ നമ്മളുടെ സുപ്പീരിയർ ആയിട്ട്, അതേപോലെ തന്നെ ഒരു മാനേജർ, അങ്ങനെ കുറേ ആളുകളുണ്ടാവും. അപ്പോൾ ഏതായാലും ഇവർ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ ഒരു പ്രൊജക്റ്റ്, ആ പ്രൊജക്റ്റ് എത്രത്തോളം ആയിട്ടുണ്ട്, ആ പ്രൊജക്റ്റിൻ്റെ ടൈം അനുസരിച്ചാണോ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മളുടെ ഒരു പ്രോഗ്രസ് അവരാവശ്യപ്പെടും. അതടിസ്ഥാനത്തിൽ നമ്മൾ കൊടുക്കുന്ന ഒരു റിപ്പോർട്ടാണ് പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, നമ്മുടെ സുപ്പീരിയർ നമ്മളെന്താണ് ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ഏൽപ്പിച്ചു, എന്തെങ്കിലും വർക്ക്, എന്ത് വർക്കാവട്ടെ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഒരു 6 മാസം നമുക്ക് സമയം തന്നു. അപ്പോൾ ഒരു 3 മാസത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്റ്റ് എവിടെ എത്തി, അതിനെക്കുറിച്ചൊക്കെ അവർക്ക് ആവശ്യപ്പെടാനുള്ള അവകാശം ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന വർക്ക് ഇന്നതാണ്, ഞങ്ങൾ ചെയ്യുന്ന വർക്കുകൾ ഇത്ര എത്തിയിട്ടുണ്ട്, ഇത്ര കാലം കൊണ്ട് അത് പൂർത്തിയാകും തുടങ്ങിയ വിശദീകരണങ്ങൾ കൊടുക്കുന്ന ഒരു റിപ്പോർട്ടാണ് പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദ പ്രൊജക്ട് ക്യാൻ ബി ഡിസൈൻ, കൺസ്ട്രക്ഷൻ ഓർ റിപ്പയർ ഓഫ് സംതിങ്, അല്ലെ, എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ, ഒരു കാര്യത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാവാം, അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഡിസൈൻ ചെയ്തതാവാം, അല്ലെങ്കിൽ റിപ്പയറിംഗ് ആവാം. ഇങ്ങനെ ഏതു കാര്യവും നമ്മളോട് ഏൽപ്പിക്കുന്നതിന് നമുക്ക് പ്രൊജക്റ്റ് എന്ന് പറയാം. ആ പ്രൊജക്റ്റിൻ്റെ പ്രോഗ്രസ്, അതിൻ്റെ പുരോഗതി എത്ര മാത്രമുണ്ട് എന്നൊക്കെ ചർച്ച ചെയ്യുന്നതാണ് പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ ചോദിക്കാൻ, വെൻ ഡു യു റൈറ്റ് എ പ്രോഗ്രസ് റിപ്പോർട്ട്? ഏത് സമയത്താണ്, എപ്പോഴാണ് നിങ്ങൾ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ചെയ്യാൻ നിർബന്ധിതരാകുന്നത്? അതിനുള്ള ഒരു ഉദാഹരണമാണ് ഹൗ മച്ച് ഓഫ് വർക്ക് ഈസ് കംപ്ലീറ്റ്, അല്ലേ, നിങ്ങൾ എത്രത്തോളം വർക്ക് എത്തിയിട്ടുണ്ട്. വാട്ട് പാർട്ട് ഓഫ് ദി വർക്ക് ഈസ് കറൻ്റ്ലി ഇൻ പ്രോഗ്രസ്, അല്ലേ, നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഇപ്പോൾ ഏത് ലെവലിലാണുള്ളത്. വാട്ട് വർക്ക്സ് റിമൈൻ ടു ബി ഡൺ, ചെയ്യാനുള്ള വർക്ക് എന്താണ്, എന്തൊക്കെ വർക്കുകൾ പൂർത്തീകരിക്കാനുണ്ട്. പിന്നെ വാട്ട് പ്രോബ്ലംസ് ഓർ അൺഎക്സ്പെക്റ്റഡ് തിങ്സ് ഇഫ് എനി ഹാവ് അറൈസൺ, അല്ലെ, നിങ്ങളിപ്പോൾ ഒരു വർക്ക് ഏറ്റെടുത്തു, ആ വർക്ക് ഏറ്റെടുത്ത സമയത്ത് ആ വർക്ക് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. ആ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തതിനുള്ള കാരണം എന്താണ്, അപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്, അത് നിങ്ങൾ അവിടെ വിശദീകരിക്കണം. ഹൗ ദ പ്രൊജക്റ്റ് ഈസ് ഗോയിങ് ഇൻ ജനറൽ, പൊതുവായിട്ട് എങ്ങനെ നിങ്ങളുടെ പ്രൊജക്റ്റ് പോകുന്നു എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരു വിശകലനം നമ്മളിത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി വർക്ക് ചെയ്യുകയാണ് വിചാരിച്ചോളൂ. ആ കൺസ്ട്രക്ഷൻ കമ്പനി പ്രത്യേക കരാറൊക്കെ എടുത്തിട്ട് ഒരു റോഡ് പണി ഏറ്റെടുത്തു. ആ റോഡ് പണിക്ക് 1 വർഷം തന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിലെന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കുന്ന, അപ്പോൾ നമുക്ക് നൽകപ്പെട്ട ഒരു കാലാവധി, ആ കാലാവധിയുടെ ഇടയിൽ നമ്മുടെ സുപ്പീരിയർ ഈ പ്രൊഡക്റ്റ് ഈ പ്രൊജക്റ്റ് എവിടെ എത്തി എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ വിശകലനം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു സംഭവമാണ് പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ട്സ് ഹാവ് സെവറൽ ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പറയൂ. റിയഷ്വർ റെസിപ്പൻസ് ദാറ്റ് യു ആർ മേക്കിംഗ് പ്രോഗ്രസ്, that the project is going smoothly and that will be complete by the expected date. അല്ല, നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു സുപ്പീരിയർ ഉണ്ടാവും. ആ സുപ്പീരിയർക്ക് നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ പ്രോഗ്രസ് ഒന്ന് ഉറപ്പുവരുത്താൻ, അതേപോലെ തന്നെ പ്രൊജക്റ്റ് എങ്ങനെ പോകുന്നു, ആൻഡ് ദാറ്റ് ഇറ്റ് വിൽ ബി കംപ്ലീറ്റ് ബൈ ദ എക്സ്പെക്റ്റഡ് ഡേറ്റ്, അല്ല, അവർ പ്രതീക്ഷിക്കുന്ന ഡേറ്റിൽ അത് കംപ്ലീറ്റ് ചെയ്യൂലേ എന്നതിനെ കുറിച്ചൊക്കെ വിശകലനം ചെയ്യാനും അങ്ങനെയുള്ളൊരു ഫങ്ഷൻ നിർവഹിക്കുന്നുണ്ട്, പ്രോഗ്രസ് റിപ്പോർട്ട് നിർവഹിക്കുന്നുണ്ട്. പിന്നെ പ്രൊവൈഡ് ദ റെസിപ്പൻസ് വിത്ത് ബ്രീഫ് ലുക്ക് അറ്റ് സം ഓഫ് ദി ഫൈൻഡിങ്സ്, അല്ലെ, അദ്ദേഹത്തിന് ഞാൻ ഏൽപ്പിച്ച പ്രൊജക്റ്റ് ഏത് രൂപത്തിൽ എത്തിയിട്ടുണ്ട് എന്നതിനെ കുറിച്ചൊരു വിശകലനം ചെയ്യാൻ പറ്റും. ഓഫ് സം ഓഫ് ദി വർക്ക് ഓഫ് ദി പ്രൊജക്റ്റ്,
അല്ലെ അവർ തൻ്റെ താൻ ഏൽപ്പിച്ചിക്കപ്പെട്ടിട്ട് അയാളുടെ ഫൈൻഡിങ്സും കാര്യങ്ങളൊക്കെ പറയുന്നതോടുകൂടി ഒരു ഓവർലുക്കിലേക്ക് എത്താൻ നമ്മുടെ റെസിപ്പൻസിനെ, നമ്മുടെ ഗുണഭോക്താവിനെ, സ്വീകർത്താവിനെ അത് സഹായിക്കുന്നു. ഗീവ് ദ റെസിപ്പൻറ്റ് ചാൻസ് ടു ഇവാലുവേറ്റ് യുവർ വർക്ക് ഓൺ ദി പ്രൊജക്റ്റ് ആൻഡ് ദി റിക്വസ്റ്റ് ചേഞ്ചസ്. അല്ലെ, ഞാനിപ്പോൾ ഒരു പ്രൊജക്റ്റ് നിങ്ങളൊരാളെ ഏൽപ്പിച്ച് വിചാരിച്ചോളൂ, ആ പ്രൊജക്റ്റിന് എന്താണ് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എൻ്റെ പ്രൊജക്റ്റ് ഇവാലുവേറ്റ് ചെയ്യാനുള്ളൊരു അവസരം അതിലുണ്ടാകുന്നുണ്ട്. പിന്നെ ഗിവ് യു എ ചാൻസ് ടു ഡിസ്കസ് പ്രോബ്ലംസ് ഇൻ ദ പ്രൊജക്റ്റ് ദാറ്റ് ഫോർവേഡ് ദ റെസിപ്പൻസ്. അതായത് ഇപ്പോൾ ഒരു പ്രൊജക്റ്റ് നൽകിയ ഒരാൾ അല്ലെ, ആരിലേക്കാണോ ഇപ്പോൾ ഞാൻ ഒരു സൂപ്പർവൈസറുടെ പ്രൊജക്റ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് അത് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളൊരു അവകാശം കൂടെ, ഒരു അവസരം കൂടെ എനിക്ക് ലഭ്യമാവുന്നു. പിന്നെ ഫോഴ്സ് യു ടു എസ്റ്റാബ്ലിഷ് എ വർക്ക് ഷെഡ്യൂൾ സോ ദാറ്റ് യു വിൽ കംപ്ലീറ്റ് ദ പ്രൊജക്ട് ഓൺ ടൈം. അല്ലെ, നമ്മൾ പ്രൊജക്റ്റാണ് ഏൽപ്പിച്ച് 1 വർഷത്തിൽ ചെയ്തോളി എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മിണ്ടാതിരുന്ന എന്തേക്കാര അവസ്ഥ, അത് ചെയ്യുന്ന ആളുകൾ കൃത്യമായിട്ടായി ചെയ്യണമെന്നില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അതിൻ്റെ പ്രോഗ്രസും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഏൽപ്പിച്ച ഷെഡ്യൂൾ ചെയ്ത സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, അത് ലഭ്യമാവാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ആ പ്രൊജക്റ്റ് പൂർത്തിയാക്കാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കുറേ ഫങ്ഷൻസ് ആണ് ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിന് ഉള്ളത്. പിന്നെ നമ്മൾ പറയാ ടൈപ്സ് ഓഫ് പ്രോഗ്രസ് റിപ്പോർട്ട്സ്. അല്ലേ, പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ ടൈപ്സ് ഏതെല്ലാം ഇനങ്ങളാണ്? ഒന്നതിൽ ഫസ്റ്റ് പറയുന്നത് മെമോ ആണ്, അല്ലെ. രണ്ടാമത്തത് ലെറ്റർ, മൂന്നാമത്തത് ഫോർമൽ റിപ്പോർട്ട്. ഇങ്ങനെ 3 തരം പ്രോഗ്രസ് റിപ്പോർട്ട്സ് ഉണ്ട്. അപ്പോൾ അതിൽ മെമ്മോ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ആർക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക. അല്ലെ, അത് അങ്ങനെ വളരെ ഷോർട്ടായ ഇൻഫോർമലായൊരു സംഗതിയാണ് ഇത് മെമ്മോ എന്ന് പറയുന്നത്. പ്രോഗ്രസ് റിപ്പോർട്ടും 3 ഐറ്റം മെമ്മോ. ഒന്നാമത്തെ മെമ്മോ എന്ന് പറഞ്ഞാൽ അത് ഇൻഫോർമലാണ്, ഷോർട്ടാണ്. ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള 1-2 സൂപ്പർവൈസറും അതേപോലെ തന്നെ അതിലുള്ള വർക്കറൊക്കെ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഏതിലൂടെ നടക്കുന്നത്, മെമ്മോ എന്ന പ്രോസസ്സിലൂടെ അല്ലെങ്കിൽ റിപ്പോർട്ടിലൂടെ നടക്കുന്നത്. പിന്നെ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഷോർട്ടാണ്, ഇൻഫോർമലാണ്, സെൻഡ് ടു സംവൺ ഔട്ട്സൈഡ് യുവർ ഓർഗനൈസേഷൻ. അല്ലെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യാണ്, ആ ജോലി ചെയ്യുന്ന സമയത്ത് സൂപ്പർവൈസറും മാനേജറും വർക്കേഴ്സും മറ്റുള്ള ആളുകളൊക്കെ ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽപ്പെട്ട ആൾക്കാരാണ്. ഓർഗനൈസേഷൻ്റെ പുറത്തുള്ള പെട്ട ആളുകൾക്ക് ഈ പ്രോഗ്രസിനെ കുറിച്ച് നമ്മൾ ലെറ്ററും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് ലെറ്റർ എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ മൂന്നാമത്തെ ഫോർമൽ റിപ്പോർട്ട്. എന്താ ഫോർമൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് ലോങ് റിപ്പോർട്ടാണ്, ഫോർമൽ റിപ്പോർട്ടാണ്. സെൻഡ് ടു സംവൺ ഔട്ട്സൈഡ് യുവർ ഓർഗനൈസേഷൻ. നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ ഔട്ട്സൈഡിലുള്ള ആളുകൾക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കാര്യം നമ്മൾ അവതരിപ്പിച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ 3 തരം പ്രോഗ്രസ് റിപ്പോർട്ട്സ് ഉണ്ട്. ഇനി നമ്മൾ പറയുകയാണ് ഓർഗനൈസേഷണൽ പാറ്റേൺ ഫോർ പ്രോഗ്രസ് റിപ്പോർട്ട്സ്. അല്ലേ, പ്രോഗ്രസ് റിപ്പോർട്ട്സിനുള്ള ഒരു ഓർഗനൈസേഷൻ ഏതു തരത്തിലാണ് നിങ്ങളതിനെ കൃത്യമായി നിങ്ങൾ സ്ട്രക്ചർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളത് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് പറയാണ്. ദ റെസിപ്പൻറ്റ് ഓഫ് പ്രോഗ്രസ് റിപ്പോർട്ട് വാണ്ട്സ് ടു സീ. അല്ലേ, നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഏൽപ്പിച്ച ആൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, വാട്ട് യു ഹാവ് അക്കംപ്ലിഷ് ഓൺ ദി പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റിൽ നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത് എന്തൊക്കെയാണ്. പിന്നെ വാട്ട് യു ആർ വർക്കിംഗ് ഓൺ നൗ, ഇപ്പോൾ നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുന്നു. പിന്നെ വാട്ട് യു പ്ലാൻ ടു വർക്ക് ഓൺ നെക്സ്റ്റ്, അടുത്ത് നിങ്ങൾ എന്താണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആൻഡ് ഹൗ ടു പ്രൊജക്റ്റ് ഈസ് ഗോയിങ് ഇൻ ജനറൽ, പൊതുവായിട്ട് പ്രൊജക്റ്റിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ഇത് പൊതുവായിട്ട് എങ്ങനെ കടന്നു പോകുന്നു. ഇത്തരം കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഒരു സുപ്പീരിയർ നമ്മോട് പ്രൊജക്റ്റ് ചെയ്യാൻ പറഞ്ഞ ആൾ നമ്മോട് നിന്ന് ആവശ്യപ്പെടുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്ന ഒരു സാഹചര്യം പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഉണ്ടാവണം. പിന്നെ പറയണത് വളരെ ലെങ്തി ആയിരിക്കാം, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള എക്സ്പെൻസീവായ പ്രൊജക്റ്റ് ആയിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്ഥിരമായിട്ട് അതിൻ്റെ സ്റ്റാറ്റസ് നമ്മുടെ എന്ത് ചെയ്യണം, മേലധികാരിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു രീതി ഇവിടെ ഉണ്ടാവണം. പിന്നെ നമ്മൾ പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വർക്ക് അക്കംപ്ലിഷ് ഇൻ ദ പ്രോഗ്രസ്. അല്ലെ, നമ്മൾ സാധാരണ ടൈം പീരീഡ്സ്, അല്ലെ, ടൈം പീരീഡ്സിന് വളരെ പ്രധാനമുണ്ട്. എന്താണ് ടൈം പീരീഡ്സ് എന്നാല് നമ്മൾ ആ കൃത്യത്തിൻ്റെ സമയത്ത് ചെയ്തത്, അതേപോലെ തന്നെ ഇത് ചെയ്യാനുള്ളത്, കറൻ്റിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻട്രൊഡക്ഷനിലേക്ക്
പോകണം. ഇൻട്രൊഡക്ഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? പേർപ്പസ് ഓഫ് ദി പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റിൻ്റെ പേർപ്പസ് എന്താണ്? സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റിൻ്റെ പ്രത്യേകമായ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സ്കോപ്പ് ഓർ ലിമിറ്റ്സ് ഓഫ് ദി പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റിൻ്റെ പരിധികൾ എന്തൊക്കെയാണ്? ഏതെല്ലാം സാഹചര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്? ഡേറ്റ് ഓഫ് ദി പ്രൊജക്റ്റ് ബിഗാൻ. പ്രൊജക്റ്റ് തുടങ്ങിയ ഡേറ്റ് ദ പ്രൊജക്റ്റ് ഈസ് ഷെഡ്യൂൾഡ് ടു ബി കംപ്ലീറ്റ് ചെയ്യേണ്ട ദിവസം, അതിൻ്റെ തീയതി. പീപ്പിൾ ഓർ ഓർഗനൈസേഷൻ വർക്കിംഗ് ഓൺ ദി പ്രൊജക്റ്റ്. ഈ പ്രൊജക്റ്റിൽ ഏതെല്ലാം തരത്തിലുള്ള സംഘടനകൾ, ആളുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. പീപ്പിൾ ഓഫ് ഓർ ഓർഗനൈസേഷൻ ഫോർ വൂം ദി പ്രൊജക്റ്റ് ഈസ് ബീങ് ഡൺ. ആർക്ക് വേണ്ടിയാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്? പിന്നെ ഇങ്ങനെയുള്ള ഓവർവ്യൂ ഓഫ് ദി കണ്ടൻസ് ഓഫ് ദി പ്രോഗ്രസ് റിപ്പോർട്ട്. പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ ഒരു ഉള്ളടക്കത്തിൻ്റെ ഒരു ഓവർവ്യൂ. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചറായിട്ട്, ഒരു ഓർഗനൈസേഷണൽ പാറ്റേണായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഉൾക്കൊള്ളിക്കണം. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ പേർപ്പസ്, പ്രൊജക്റ്റിൻ്റെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ്, അങ്ങനെയുള്ള ഡേറ്റ്, തുടങ്ങിയ ഡേറ്റ് ഇത് ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ ഒരു പ്രോഗ്രസ്, ഒരു പുരോഗതി നമ്മൾ വിലയിരുത്തുകയാണ്. ആ രീതിയിലുള്ള ഒരു റൈറ്റിങ്സ് നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബോഡി ഓഫ് ദി പ്രോഗ്രസ് റിപ്പോർട്ട് ഇൻക്ലൂഡ്സ് ദ സമ്മറി ഓഫ് ദി വർക്ക് കംപ്ലീറ്റഡ്. നിങ്ങൾ ചെയ്ത വർക്കിൻ്റെ ഒരു സമ്മറി എഴുതി കൊടുക്കണം. ഇന്ന വർക്കുകളാണ് ചെയ്തത്, എന്തൊക്കെയാണ് ഉപയോഗിച്ചത്, ഞങ്ങൾ അതിൽ ഉപയോഗിച്ച മെത്തേഡുകൾ എന്തൊക്കെയാണ്, പിന്നെ ദ വർക്ക് ഇൻ പ്രോഗ്രസ് പ്രോഗ്രസിൻ്റെ പുരോഗതി, ദ വർക്ക് കമ്മിങ് അപ്പ് അങ്ങനെയുള്ള എല്ലാ അസസ്മെൻറ്റും അതിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഫോളോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പേജ് നമ്പർ 1, 2, 3 കാണാം. അതിൽ ഒരു മോഡൽ റിപ്പോർട്ട് കാണുന്നുണ്ട്. അതിൽ നിങ്ങൾ ആരാണോ പ്രൊജക്റ്റ് തയ്യാറാക്കുന്നത് ആ തയ്യാറാക്കുന്ന ആളുകളുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ ഒരു ഡേറ്റ് കൊടുക്കണം. ആർക്കാണോ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് അവരുടെ ഡീറ്റെയിൽസ്. ഇപ്പോൾ നമ്മൾ പ്രൊജക്റ്റ് മാനേജർ ആവാം, സൂപ്പർവൈസർ ആവാം, അവരുടെ അഡ്രസ്സ്. നെക്സ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. ആ ഇൻട്രൊഡക്ഷൻ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ പേർപ്പസ് എന്താണ്, ഐ ആം റൈറ്റിംഗ് ദിസ് പ്രോജക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ പേർപ്പസ് എഴുതണം. പിന്നെ അതിന് ശേഷം നമ്മൾ ഡിവൈഡ് ചെയ്യണം. 3 മേജർ ടാസ്കുകൾ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട വർക്കുകളെ കുറിച്ചൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു ബോഡി പാരഗ്രാഫിൽ കൊടുക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കൺക്ലൂഷനിലേക്ക് എത്തണം. ഇന്ന പ്രൊജക്റ്റ് വർക്ക് ചെയ്യുന്ന ഞങ്ങളിത് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്നതൊക്കെയാണ് എന്നൊക്കെ പറയുന്ന ഒരു കൺക്ലൂഡിങ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഉള്ള ഒരു സംഭവം ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ഒരു 3 രീതിയാണ്, അല്ലെങ്കിൽ 3 സ്റ്റേജസിലൂടെയാണ് നമ്മളത് എന്ത് ചെയ്യുന്നത്? പ്രോഗ്രസ് റിപ്പോർട്ട് കടന്നു പോകുന്നത്. നമ്മൾ ടെക്സ്റ്റിലെ പേജ് നമ്പർ 123 അതിൻ്റെ കറക്റ്റ് ഒരു മോഡൽ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വാട്ട് ഈസ് പ്രോഗ്രസ് റിപ്പോർട്ട്, പിന്നെ എപ്പോഴൊക്കെയാണ് പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടി വരിക, പിന്നെ പ്രോഗ്രസ് റിപ്പോർട്ട്സിൻ്റെ സെവറൽ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ടൈപ്സ് ഓഫ് പ്രോഗ്രസ് റിപ്പോർട്ട്സ്, പിന്നെ അതിൻ്റെ ഓർഗനൈസേഷണൽ പാറ്റേൺസൊക്കെ പറഞ്ഞു. ആ ടെക്സ്റ്റ് ബുക്കിലുള്ള പേജ് നമ്പർ 121, 122, 123 ഈ 3 പേജുകൾ ഇന്ന് നന്നായിട്ട് വായിച്ച് നോക്കണം. ഓക്കെ, താങ്ക്സ്.